കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയത്ത് ഈ ഹെബ്രോൺ പ്രയർ ഗ്രൂപ്പുമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യുവാൻ ദൈവം ഒരുക്കി നൽകി തന്ന അസുലഭമായ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ അഡ്മിന്മാരെ ഓർത്ത് പ്രത്യേകം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ഒരു ഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കുന്നു. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. വളരെ ചിന്തനീയമായ ഒരു വാക്യാംശമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്കായി വിഷയീഭവിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് ദിവസങ്ങൾ, നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ഇത് ശ്രവിക്കാം. ആത്മീയമായും ധാർമ്മികമായും തീർത്തും അധപ്പതിച്ച് ജനം ഒന്നോടെ ബാൽദേവനെ വണങ്ങി വിഗ്രഹങ്ങളെ വന്ദിക്കുന്ന കാലം, ഏലിയാവിന്റെ കാലം. ഈ കാലഘട്ടത്തിലാണ് ഏലിയാവ് രംഗപ്രവേശനം ചെയ്യുന്നത്. ഇവിടെ ദൈവവൃത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ നിലവാരം നാം കുറെയെങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം ഏത് കാലത്തും ദുഷ്ടന്റെ ആധിപത്യത്തിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ദൈവം തന്റെ ദാസന്മാരെ അവിടെ എവിടെയായി കരുതി വച്ചിട്ടുണ്ട്. തന്റെ വേല താൻ ക്ഷണത്തിൽ തീർത്തുകൊണ്ടിരിക്കുകയുമാണ്. ലോകം അത് ഗ്രഹിക്കുന്നില്ല. ഉദാഹരണത്തിന് ഒന്നു മാത്രം കുറിക്കുന്നു. ക്രിസ്തുവിന്റെ ജനന സമയം മുകളിൽ കാണിച്ചിരിക്കുന്ന സംഗതികളാൽ മുഴുകി യെരുശലേം ദേവാലയം കർത്താവിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ എൻ്റെ പിതാവിന്റെ പ്രാർത്ഥനാലയം അവർ കള്ളന്മാരുടെ ഗുഹയാക്കി ഇരിക്കുന്നു. യെരുശലേമിൽ ഒരു ആലയമുണ്ട്. അന്നത്തെ 5 കൂട്ടം അധികാരികളും പരിജ്ഞാനികളും എല്ലാം ഉണ്ടെങ്കിലും അതൊക്കെ കള്ളന്മാരുടെ അല്ലെങ്കിൽ കപടഭക്തിക്കാരായ പുരോഹിതന്മാരുടെയും കള്ളപ്രവാചകന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും ഇവരുടെ ഭരണകാലത്ത് പ്രാർത്ഥനാലയം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്നാണ് യേശു വിളിച്ചു പറയുന്നത്. ഇതുപോലെ എന്നാൽ ഇങ്ങനെയുള്ള ഒരു കാലത്ത് പരിശുദ്ധാത്മ നിയോഗത്താൽ അഭിഷിക്തനായ ശിമ്യോനെ ദൈവം മാറ്റി വച്ചിട്ടുണ്ട്. കാര്യം അവൻ ആയുസ് നീട്ടിക്കൊടുത്തു. ഇതുപോലെ കപടഭക്തിക്കാരുടെ കേളി രംഗമായി മാറിയിരിക്കുന്ന ആലയവും പരിസരത്ത് ഒരു വയോധികനായ ശിമ്യോൻ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ലോകൈക രക്ഷിതാവായ ശ്രീ യേശുക്രിസ്തുവിനെയും കൊണ്ട് മാതാപിതാക്കൾ വരുന്ന ഒരു കാലഘട്ടത്ത് ആലയത്തിൽ നിന്ന് വാങ്ങിപ്പോകാതെ യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം മാറ്റിവച്ചിരിക്കുന്ന ഒരാളാണ് ശിമ്യോൻ. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം പണ്ഡിതന്മാരും പരീശന്മാരും ഭക്തിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവരിൽ ഒരാളെയും മാറ്റിവെക്കാതെ ശിമ്യോനെ മാത്രം എടുത്ത് മാറ്റിവച്ചേച്ച് ശിമ്യോന്റെ കയ്യിൽ യേശുവിനെ കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുടെ കയ്യിൽ യേശുവിനെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് യേശു സാധാരണ ആൾക്കാരുടെ കൈകളിൽ എത്തുമായിരുന്നില്ല എന്ന് ഞാൻ അതിശയോക്തിയായിട്ട് പറയാം. ഇവിടെ നാം കാണുന്നത് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ രംഗപ്രവേശനം ചെയ്യുന്ന തിസ്ബ്യനായ ഏലിയാവും ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്, അല്ലെങ്കിൽ കൂടിക്കാഴ്ച എന്ന് നമുക്ക് പറയുവാൻ കഴിയും. കാരണം
ദൈവത്താൽ നിയോഗിതനായി തീർന്ന അഭിഷിക്തന്റെ ജീവിത യാത്രയിൽ വളരെ ബലമില്ലാത്തൊരവസ്ഥ സംജാതമായപ്പോൾ അവൻ തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ മാറി നിന്ന ഒരു സാഹചര്യത്തിൽ ദൈവം വന്ന് അവനെ ബലപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് രാത്രി വായിച്ച് കേൾപ്പിച്ചത്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു, ക്രിസ്തു സുവിശേഷമായി വന്നുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ ഈ പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയും. അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 30, 31, 32 വാക്യങ്ങളിൽ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് യെരുശലേമിലെ ശിമ്യോൻ കർത്താവിനെ കയ്യിൽ വാങ്ങി ആത്മാവിൽ പ്രവചിക്കുന്ന 3 കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1, ക്രിസ്തു ജാതികൾക്ക് പ്രകാശമാണ്, ഇസ്രായേലിന്റെ മഹത്വമായ മെശിഹ, സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഇതുപോലെ സർവൈക ലോകത്തിന് ഒരുക്കിയിരിക്കുന്ന രക്ഷ ശിമ്യോന്റെ കയ്യിൽ ഉണ്ട്. എന്നാൽ ഇതുപോലെ ഏലിയാവിന്റെ കാലത്ത് ലോകം മുഴുവനും അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ മുഴുവനും വിഗ്രഹാരാധന കൊടികുത്തി വാഴുന്ന സമയത്ത് ആഗാബിന്റെ കൂടെ ഇസബേലും ചേർന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. ആ ബുദ്ധിമുട്ടിൽ നിന്ന് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, ആഗാബിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഒരാളെ എഴുന്നേൽപ്പിച്ചു. അതെയാണ് ഗിലെയാദിൽ നിന്ന് എഴുന്നേറ്റ ഏലിയാവ്. ഗിലെയാദ് ഒരു സാംസ്കാരിക പട്ടണവും ശാസ്ത്രജ്ഞന്മാർ അവിടെ പാർത്തിരുന്നു, മാന്യന്മാർ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. വൈദ്യന്മാരുടെ കൂട്ടം, ലോകത്തിലെ സുഗന്ധദ്രവ്യങ്ങളുടെ പണ്ടകശാല, മറ്റു രാജ്യങ്ങളിലേക്ക് അവ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന സമ്പന്നവും സംസ്കാരവും നിറഞ്ഞ പട്ടണം. ഇവിടെ നിന്നാണ് നമ്മുടെ പ്രവാചകൻ എഴുന്നേറ്റ് വരുന്നത്. ഏലിയാവ് സമൂഹത്തിലെ ഒരു സാധാരണക്കാരനാണ്. കാരണം രാജ്യം ഭരിക്കുന്ന ശക്തനായ ഒരു രാജാവിന്റെ മുൻപിലാണ് താൻ നിൽക്കുന്ന എന്നും ഏലിയാവിന്റെ വാക്കുകൾ മനസ്സിലാക്കുന്ന ഏവനും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ. ഏലിയാവ് ആഗാബിന്റെ മുൻപിൽ ചെന്ന് പറയുന്നതാണ്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെയാണ് താൻ സേവിക്കുന്നതെന്നും അവന്റെ നാമത്തിലാണ് ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുന്നു എന്നും എൻ്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു. വളരെ ശക്തമായ ഒരു ദൂതാണ് ഏലിയാവ് ആഗാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് വിളിച്ചു പറയുന്നത്. കാരണം അത്രയ്ക്കും ധാർമ്മികമായി അധപ്പതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവം തൻ്റെ ജനത്തിന്റെ നായകനായ രാജാവിനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ തൻ്റെ ദാസനെ പറഞ്ഞു വിട്ട് ചില സൂചനകൾ കൊടുക്കുന്നത്. നമ്മൾ വായിച്ച കുറിവാക്യം, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യവും വന്ന് ഏലിയാവിനെ തട്ടിയിട്ട് പറഞ്ഞു, നിനക്ക് ദൂരയാത്രയുണ്ട്. കാര്യം നിന്റെ മുൻപിൽ ഞാനൊരു യാത്ര ഒരുക്കി വച്ചിട്ടുണ്ട്, പക്ഷേ ആ യാത്രയ്ക്ക് മുമ്പ് നീ തളർന്നു പോകരുത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഏലിയാവിന്റെ ശുശ്രൂഷയുടെ തലങ്ങളെ 7 പടികളായിട്ട് ഞാൻ വിഭജിച്ച് ചില മിനിറ്റുകൾ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവിന്റെ ശുശ്രൂഷയുടെ 1-ാമത്തെ പടി, ആഗാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് സധൈര്യം, സാഗൂതം, അസന്നിഗ്ധം, ധൈര്യസമേതനായി രാജകൊട്ടാരമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അഭിഷിക്തദാസൻ പറയുന്നു, ഇസ്രയേലിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്, അവന്റെ നാമത്തിലാണ് ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുന്നത്, എൻ്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, ആഗാബേ നീയാണ് ശമര്യ ഭരിക്കുന്നത്, ഒന്ന് മനസ്സിലാക്കൂ.
ഇസ്രയേലിന്റെ ദൈവത്തിന്റെ ദാസനായ ഞാൻ പറഞ്ഞല്ലാതെ നിന്റെ രാജ്യത്ത് നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആകാശത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം മഞ്ഞോ ഈ മണ്ണിൽ വീഴുകയില്ല എന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് തല വെട്ടിക്കളയുന്ന മുമ്പേ ഏലിയാവ് ആഗാബിന്റെ മുൻപിൽ നിന്ന് മറഞ്ഞുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കാം. അപ്പൊ ഒന്നാമത്തെ പടി ശക്തമായ ദൂത്, രാജാവിനെ നോക്കി വിളിച്ചു പറയുന്ന പ്രവാചകൻ. രണ്ടാമത്തെ തന്റെ ശുശ്രൂഷയുടെ പടി, താൻ ആ ദൂത് പറഞ്ഞേച്ച് അവിടെ നിന്ന് മാറിപ്പോകുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവാചകൻ അവിടെ നിന്ന് മാറി കിഴക്കോട്ട് നടന്ന് ദൈവം നിശ്ചയിച്ച സ്ഥലമായ കെരീത്തിലെത്തി. ഇത് സമ്പന്നമായ ഗിലെയാദല്ല, തികച്ചും പട്ടണവാസിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത ചുറ്റുപാടും ഏകാന്തതയും. പക്ഷെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഭൃത്യന് ഇതൊന്നും ബാധിച്ചതേയില്ല. നോക്കണം, ഇന്ന് പലരും ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ മാനുഷിക ആലോചനയ്ക്ക് ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ ഭൂമിയുടെ മുഖത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്താൽ നിയോഗിതനായ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ പോയി തല പോകട്ടെ എന്ന് വിചാരിക്കാതെ, തന്റെ ജീവന് ഹാനി വരുമെന്ന് വിചാരിക്കാതെ ശക്തിയുക്തം ദൂത് പറഞ്ഞ ദൂതുവാകിയായ ഏലിയാവിനെ ദൈവം കൊണ്ടുപോയത് ഗിലെയാദ് പട്ടണത്തിലേക്കല്ല, മറിച്ച് കെരീത്ത് എന്ന ഒരു സ്ഥലത്തേക്ക്. ഏകാന്തത, പക്ഷെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൃത്തിയിൽ ഇതൊന്നും ബാധിച്ചതേ ഇല്ല. കാര്യം കെരീത്തോട്ടിന്റെ കരയിലേക്കാണ്. കുടിക്കാൻ വെള്ളം, സ്വർഗീയ ആകാരം, കാക്ക അല്ലെങ്കിൽ സറാഫുകൾ സമയാസമയങ്ങളിൽ ദൈവം കൊടുത്തയച്ചിരുന്നു. പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതിയാകും, പക്ഷേ ദൈവം പറയുന്ന ഇടത്ത് തന്നെ ആയിരിക്കണം. നാളിതുവരെ താൻ ആരെ സേവിച്ചു നിന്നുവോ അവൻ വിശ്വസ്തനത്രേ. പ്രവാചകൻ ഗിലെയാദിൽ ഇരുന്നാലും, ആഗാബിന്റെ മുൻപിൽ നിന്നാലും, കെരീത്തിൽ ഇരുന്നാലും അവൻ ദൈവത്തിന്റെ കണ്ണിൽ ഉണ്ണിയാണ്. മനസ്സിലാക്കണം, ഇവിടെ പലപ്പോഴും നമ്മളുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ എന്നറിയണം. ദൈവം ഒരു ദൂത് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖപക്ഷം കൂടാതെ വിളിച്ചു പറഞ്ഞാൽ ദൈവം തന്റെ ഭക്തനെ അണച്ചുകൊള്ളും. അവൻ ആവശ്യമായ ആത്മീക ഭൗമിക നന്മകളൊക്കെ കൊടുക്കുവാൻ ദൈവത്തിന്റെ ശ്രീ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടരായിരുന്നു നമ്മുടെ പിതാക്കന്മാരായ ഭക്തന്മാർ. പക്ഷെ ഇന്ന് കാലം മാറിപ്പോച്ച്. കാരണം ഇന്നെല്ലാം ഉടനടി അനുഗ്രഹങ്ങളുടെ പുറകെ ഇറങ്ങിത്തിരിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കൾ നമ്മുടെ മുൻപിൽ ഇരിക്കുമ്പോൾ വിശ്വാസികൾക്ക് എന്താണ് വിശ്വാസമെന്നും വിശ്വാസ ജീവിതം തിക്തമാണെന്ന് പറഞ്ഞു കൊടുക്കാതെ എല്ലാം സുലഭമാണ്, സുഭിക്ഷമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അവർ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞേച്ച് വേറെ നിലവാരത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രവാചകൻ ദൈവത്തിന്റെ കണ്ണിൽ ഉണ്ണിയാണ്. അവനെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. യഹോവയുടെ വഴി തികവുള്ളതാണ്, നീതിമാന്മാർ അതിൽ നടക്കും. നമുക്ക് വിധവയുടെ വീട്ടിലേക്കാണ് മൂന്നാമത്തെ പടിയായി യാത്രയാവുന്നത് ദൈവത്തിന്റെ ഭൃത്യനായ ഏലിയാവ്. സർഫാത്തിലെ വിധവ വഴിയിൽ വച്ച് തന്നെ ദൈവനിയോഗത്താൽ വിധവയെ കാണുന്നു. വിധവയോട് ഏലിയാവ് പറയുന്നു, നിന്റെ വീട്ടിൽ വിറക് പെറുക്കുവാൻ വന്ന വിധവയെ കാണുന്നു, എനിക്കൊരടയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് തരണമെന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, വീട്ടിൽ വളരെ കുറവുണ്ട്, കാര്യമായിട്ടൊന്നുമില്ല, എനിക്കും എൻ്റെ മകനും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അവൾ അതനുസരിച്ചു. കാരണം വെറുതെ പോയി വഴിയിൽ നിന്ന് ചോദിക്കുകയല്ല, മറിച്ച് ദൂത് വിളമ്പിയവൻ
കൊട്ടാരത്തെ വിറപ്പിച്ചവൻ, ആകാശത്തെ അടച്ചവൻ, ഇപ്പോൾ പോരാത്തതിന് സ്വർഗീയ ഭോജനം ഭക്ഷിച്ചുകൊണ്ട് ഏകാന്തതയിൽ ദൈവത്തോട് സംസാരിച്ച ഭൃത്യനിത പുറത്തേക്ക് ഇറങ്ങി വിധവയെ കണ്ടിട്ട് വിധവയോട് പറയുന്നു, ഒരട എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ലെന്ന് പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായി മുൻപോട്ട് വെക്കൊള്ളുവാൻ പറഞ്ഞു. വിധവയുടെ വീട്ടിൽ അത്ഭുതത്തെ ചെയ്യുവാൻ പ്രവാചകനായ ഏലിയാവിന് കഴിഞ്ഞു. അത് 3-ാമത്തെ പടിയെങ്കിൽ 4-ാമത്തെ പടിയും വിധവയുടെ വീട്ടിൽ തന്നെ. അത് അല്പം ദാരുണമായി പോയി. കാരണം വിധവയുടെ മകൻ ദൈവത്താൽ സന്ദർശിച്ച ഭവനത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടിയ ആ വീട്ടിൽ വച്ച് തന്നെ വിധവയുടെ മകൻ മരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അവിടെ നിന്ന് ഭക്തൻ 5-ാമത്തെ പടിയായ കർമ്മേലിലേക്ക് യാത്രയാകുന്നുണ്ട്. 5-ാമത്തെ പടി കർമ്മേലിലേക്കാണ്. ഇവിടെയാണ് ഏകാന്തതയിൽ നിന്ന് താൻ ആർജിച്ചെടുത്ത ദൈവകൃപയും ദൈവശക്തിയും ഒക്കെ വെളിപ്പെടുവാനുള്ള ഒരു സമയമാണ് കർമ്മേൽ. കർമ്മേലിൽ ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് ഈ കാലഘട്ടത്തിലും. ദൈവോത്മകമായിരിക്കുന്ന ദൈവദാസന്മാർ കൂട്ടങ്ങളോ കൂടിവരവുകളോ ഒന്നും തങ്ങൾക്ക് ലഭ്യമല്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പോരാടുവാൻ കഴിയുമെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിൽ നിന്ന് നിയോഗം കിട്ടും. ആ നിയോഗം പ്രാപിച്ച ഭക്തന്മാർ അവിടെ ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ കണ്ണുകളിലോ നമ്മുടെ ജീവിതത്തിൻ്റെ പാതയോരങ്ങളിലോ ഒന്നും അവരെ കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ ബാലിന്റെ പ്രവാചകന്മാർ ഒരു ഭാഗത്തും ഒറ്റയ്ക്ക് ദൂത് പറഞ്ഞ ആഗാബ് രാജാവിനെ വെല്ലുവിളിച്ച, എൻ്റെ ഭാഷയിൽ പറഞ്ഞ വെല്ലുവിളിച്ച ഏലിയാവും കർമ്മേലിൽ. അവിടെ ആരാണ് ജയിച്ചു എന്നത് ഇനി വാക്കുകളും ഭാഷണവും കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അത് ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി അവിടെ ദൈവത്തിൻ്റെ ദാസനാണെന്ന് അസന്നിഗ്ധം പ്രഖ്യാപിക്കുവാനുള്ള അവസരം അവന് കിട്ടി. കാര്യം അവൻ ദൈവത്തിൻ്റെ കണ്ണിലുണ്ണി ആയതുകൊണ്ട്. ഇവിടെയാണ് പലപ്പോഴും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പിറുപിറുക്കുന്നത്. കാരണം ചെങ്കടൽ കടന്നതൊക്കെ ശരിയാണ്, മന്ന കിട്ടിയതൊക്കെ ശരിയാണ്, കാടപ്പക്ഷി കഴിച്ചത് ശരിയാണ്. പക്ഷേ മുൻപോട്ടുള്ള യാത്രയിൽ വീണ്ടും പിറുപിറുപ്പ് ജീവിതത്തിൽ വരുന്നത് രക്ഷിക്കപ്പെടുന്ന നാളുകളിലും വേർപെട്ട നാളുകളിലും സ്നാനപ്പെട്ട നാളുകളിലും ആത്മാവ് പ്രാപിച്ച നാളുകളിലുമൊക്കെ ആത്മീക പുഷ്ടി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ മുൻപോട്ട് പോകുമ്പോൾ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കയറി പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നിസ്സഹാരാകുന്നത്. നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. കൂട്ടമില്ല, കൂടിവരവില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അഭിമുഖീകരിക്കേണ്ട വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നുണ്ട്. അതാണ് നമ്മൾ 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിച്ച ഏലിയാവ് പറഞ്ഞത്, ഇപ്പോൾ മതി കർത്താവേ. ഇപ്പോൾ മതി എന്ന് പറഞ്ഞ 6-ാമത്തെ പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ശുശ്രൂഷയുടെ 5 ഭാഗത്തും ഏലിയാവിന് 1-ാം ഭാഗത്തിൽ ഏലിയാവ് ആഗാബിനെ വെല്ലുവിളിച്ചെങ്കിൽ 2-ാം ഭാഗത്ത് സ്വർഗീയ ഭോജനം കഴിച്ച് വിജയശ്രീലാളിതനായി മടങ്ങി വിധവയുടെ വീട്ടിൽ ചെന്ന് അവിടെയും സമൃദ്ധി കൊടുത്തിട്ട് വിധവയുടെ മകന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടത്തിയ ആ ഭൃത്യൻ 5-ാമത്തെ പടിയിലും വിജയശ്രീലാളിതനായി ബാലിന്റെ എല്ലാ പ്രവാചകന്മാരെയും വെട്ടിയുടച്ചുകൊണ്ട് എടുത്തെറിഞ്ഞിട്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ അവൻ ആ പഴയ വെല്ലുവിളി ഓർത്തുപോയി, അവരിൽ ഒരാളെപ്പോലെ നിന്നെ ആക്കുമെന്ന്. ഇവിടെയാണ് ആത്മിക കൃപ പ്രാപിച്ചവർ, ആത്മിക ബലം പ്രാപിച്ചവർ നമ്മെ തളർന്നു പോകുന്നത്. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന മുൻകാലങ്ങളിൽ ശുശ്രൂഷിച്ചവർ, ആത്മീയ കൃപ പ്രാപിച്ചവർ അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ, പിന്നെയും പഴയ കാലത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി ഉണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോൾ ആ വെല്ലുവിളി കേട്ടിട്ട് മതി കർത്താവേ, ഇനി ഒരൊറ്റ അടി എനിക്ക് മുൻപോട്ട് പോകുവാൻ വയ്യ എന്ന് പറഞ്ഞ് മരുഭൂമിയിൽ പരിക്ഷീണനായി
ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഏലിയാവിനെ കാണുമ്പോൾ ഒരുപക്ഷെ വിശ്വാസികൾക്ക് ബലം കുറഞ്ഞു പോകാൻ പാടില്ല, ബലം ഏറി വരണം. എത്ര ഉറച്ച വിശ്വാസിയായാലും, എത്ര കടുത്ത ശുശ്രൂഷകരായാലും പലപ്പോഴും പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്കുള്ളിൽ, പരിപരുത്തിയ യാഥാർത്ഥ്യങ്ങൾക്കുള്ളിൽ ചുരുണ്ടു പോകുമ്പോൾ പലപ്പോഴും മനസ്സ് മടിച്ചു പോകാറുണ്ട്, മനസ്സ് മടുത്തു പോകാറുണ്ട്. മതി എന്ന് ഉരുവിടുന്ന വാക്കുകളൊക്കെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരാറുണ്ട്. പലപ്പോഴും നമ്മൾ സ്തോത്രം വിഷണ്ണരായി തീരാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ശുശ്രൂഷ മണ്ഡലത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, നിന്നെ തൊടുവാൻ, നിന്നെ സന്ദർശിക്കുവാൻ, നിനക്ക് വേണ്ടി മുതൽ മുടക്കിയവൻ നിന്റെ മുൻപിലുണ്ട്, ഉയരത്തിലുണ്ട്. ആ കർത്താവിന്റെ കരത്തിലാണെന്ന് നീയെന്ന് ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. 6ാമത്തെ പടി കടന്നു പോകുവാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിര്. അവൻ നിന്നെ വലത് കൈയിൽ പിടിച്ചിരിക്കുക എന്ന കാര്യം മറന്നു പോകരുത്. പിന്നത്തതിൽ നിന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുവാൻ അവൻ നിന്നെ വലതു കരത്തിൽ പിടിച്ചിരിക്കുന്നു എന്ന് മറന്നു പോകരുത്. 6ാം പടിയിൽ പരിശീലനായി കിടക്കുന്ന ഏലിയാവിന്റെ അടുത്തേക്ക് ദൂതന്മാർ വന്നവന് കനൽ ചുട്ട അപ്പവും അടയും കൊടുത്തേച്ച് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക, നിനക്കിനി ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഇവിടെയാണ് എൻ്റെ സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഒരു ദൂരയാത്ര നമ്മുടെ മുൻപിൽ ഒരുക്കിയിട്ട ദൈവം നമ്മെ വിളിച്ച് വേലയ്ക്കാക്കിയത്. ഏലിയാവിന്റെ ജീവിതത്തിൽ തകർന്നു കിടന്നപ്പോഴാണ് ഈ വാഗ്ദത്തം അവന്റെ മേൽ ഇറക്കിയതെങ്കിൽ നമ്മെ അങ്ങനെയല്ല വിളിച്ചത്, ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി. യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഇന്നത്തെ പല ദൂതുകളുമൊക്കെ യാത്രയ്ക്കുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ദൂതുകളാണ്. മഞ്ഞ് പൊഴിയുന്ന സ്ഥലങ്ങൾ, ഫ്ലൈറ്റിനകത്ത് കയറി കറങ്ങി നടക്കുവാനുള്ള ശുശ്രൂഷകൾ, ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ലക്ഷ്യമെങ്കിൽ, പക്ഷേ ഏലിയാവിനോട് പറയുന്നു, നീ ഈ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുകൊണ്ട് വെല്ലുവിളികളെ കണ്ടിട്ട് തളർന്നു കിടക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് കൊട്ടാരത്തെ കൊണ്ട് ദൂത് പറയിച്ചത്. നിന്റെ മുന്നിൽ ഒരു ദൂരയാത്രയുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ മുൻപിൽ ഒരു ദൂരയാത്ര ഒരുക്കി വച്ചിട്ടുണ്ട് ദൈവം. അവിടേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാമെന്ന് പറഞ്ഞേച്ച വിളിച്ചത്. പക്ഷേ പലപ്പോഴും ആ വാക്യങ്ങൾ നമ്മുടെ സ്മൃതി പദത്തിൽ തീരെ എത്താറില്ല. നമുക്ക് കലത്തിലെ മാവ് കുറയില്ല, കലശത്തിലെ എണ്ണ കുറയത്തില്ല എന്നുള്ള വാക്യങ്ങളെ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിക്കണം, പിതാവിലും വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയ ശേഷം നിങ്ങളെയും എൻ്റെ അടുത്ത് പിന്നെയും വന്ന് ചേർത്തുകൊള്ളാം. ദൂരയാത്ര അവിടേക്കാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഏലിയാവിൻ്റെ ദൂരയാത്രയ്ക്ക് ഏലിയാവിനെ ഒരുക്കിയെടുത്തപ്പോൾ ഏലിയാവ് എരിഹോ കടന്നിട്ട ദൂരയാത്രയ്ക്ക്, യോർദാൻ കടന്ന് ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുക്കി. അപ്പോൾ ദൂരയാത്രയ്ക്ക് ഒരുക്കി വരുന്ന ഭക്തന്റെ പുറകിൽ വിട്ടുപിരിയാത്ത വേറൊരു ശിക്ഷനും ഉണ്ടായിരുന്നു, എലിശ എന്ന് മനസ്സിലാക്കണം. കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് മാറ്റി വച്ചേച്ചാണ് 7ാം പടിയിലേക്കൊന്ന് കയറി വരുന്നത്. നോക്കാം. ഇവിടെ ഈ 7ാം പടിയിൽ ദൂരയാത്രയ്ക്ക് തന്റെ വൃത്തിനെ ഒരുക്കുന്നതിന് മുൻപേ ഈ ഭൂമിയിൽ അവൻ ചെയ്ത ശുശ്രൂഷകളുടെ 6 പടികളും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ 6 പടികളെയും നമുക്ക് പിന്നെ ഒരു 3ആയിട്ട് തിരിക്കാൻ കഴിയും. ആ 3ആയിട്ട് തിരിക്കുന്ന കാര്യം പറയാൻ നമ്മുടെ മുൻപിൽ സമയമില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമിയിലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പതറിപ്പോകാറുണ്ട്. എന്നാൽ ഈ പതർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തരണം ചെയ്യുവാനുള്ള കൃപ വീണ്ടെടുപ്പിന്റെ നാളിൽ മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് ഈ പതർച്ചകളിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. പരിശുദ്ധാത്മാവ് ആത്മബലമാണ്, ആത്മശക്തിയാണ്, ഒക്കെയാണെന്ന് നമ്മൾ പ്രസംഗിക്കുന്നുവെങ്കിലും പലപ്പോഴും ഈ ആത്മശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ പകരപ്പെടുന്നില്ല, അല്ലെങ്കിൽ പ്രസരിക്കപ്പെടുന്നില്ല. ഈ മൺകൂടാരങ്ങളിൽ ഈ ആത്മശക്തി പകർന്നെടുത്താൽ
നമുക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന മാരകമായ രോഗങ്ങളും മാരകമായ ദുഃഖങ്ങളുമൊക്കെ അടക്കാൻ കഴിയും. പക്ഷെ അതിന് നമ്മൾ സമയം കണ്ടെത്താതെ നമ്മളൊരു വേറൊരു തലത്തിലേക്കാണ് പലപ്പോഴും നമ്മൾ അങ്ങ് നീങ്ങാറുള്ളത്. അപ്പോൾ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞ് ദൂരയാത്രയ്ക്ക് ഭക്തനെ ഒരുക്കുന്നതിന് മുൻപ് ഭക്തനെ സ്വീകരിക്കുവാൻ വരുന്നൊരു കുറച്ച് ഒരു മുഖമുണ്ട് ഭക്തനെ സ്വീകരിക്കുക. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലുണ്ട്. അവിടെ വരുമ്പോൾ അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും കൊണ്ടുവന്ന് ഇവരെ രണ്ടുപേരെയും തമ്മിൽ വേർതിരിച്ച കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം എന്താണ്? സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ രണ്ടുപേരെയും തമ്മിൽ മാറ്റിയപ്പോൾ ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് ദൂരയാത്രയ്ക്ക് ഒരു ഭക്തനെ കൊണ്ടേ പോകുന്ന ഒരു കാര്യം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ലേഖനങ്ങളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മിൽ ഒരു തേജസ് ഉണ്ട്. ആ ദൈവത്തിന്റെ തേജസ്സിനാൽ നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇങ്ങനെ ദൂരയാത്രയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ലോകത്തിൽ തന്നെ നമ്മൾ ദൃഷ്ടി വച്ചിരിക്കുന്നത് കൊണ്ട് വേറൊരു ലോകത്തിലേക്കുള്ള യാത്ര നമുക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമില്ല. നമ്മളെല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്നേഹിതരെ, നമുക്ക് ഈ ലോകത്തിൽ മൺമറഞ്ഞു പോകുന്ന സൗഭാഗ്യങ്ങളുടെ പുറകെയല്ല നമ്മൾ പോകേണ്ടത്. ഞാൻ നേരത്തെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തെത്തണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതാണ് യാത്ര. അപ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ പലപ്പോഴും ഈ തേജസ്സിൽ നമ്മൾ വെളിപ്പെടേണ്ടവരാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. കാര്യം നമ്മൾ മരണത്തോടുകൂടി സകലവും തീരുമെന്ന് ആണ് ഈ ലോകത്തിലെ തത്വങ്ങളും ഈ ലോകത്തിലെ ദാർശനികന്മാരും ഒക്കെ വരഞ്ഞു വെക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മെ വിളിച്ചത് ദൂരയാത്രയ്ക്ക് വേണ്ടിയാണ്. ചൂരച്ചെടിയുടെ ചുവട്ടിൽ കൊണ്ട് അവസാനിപ്പിക്കുവാനല്ല. ഏലിയാവേ, നീ ആഗാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ദൂത് പറഞ്ഞ് ആകാശത്തെ അടച്ചു വച്ചത് ചൂരച്ചെടിയുടെ ചുവട്ടിൽ അവസാനിപ്പിക്കുവാനല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളോടും പറയുവാനുള്ളൊരു ദൂതാണ്. നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ പെട്ട് നിങ്ങൾ ഉഴലുന്നവരായിരിക്കാം. പക്ഷേ ആ അവസ്ഥയിൽ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരല്ല എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു സഹജമായ ഒരു പ്രകൃതി വരാറുണ്ട്. വിശ്വാസികളെന്ന് പറയുന്നവരും പെട്ടെന്ന് തന്നെ എടുത്തുചാടി ജീവിതത്തെ അവസാനിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് വിശ്വാസ ഗോളം എത്തിയിരിക്കുന്നു. കാര്യം, ഇടം കൈയേത് വലം കൈയേത് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ, ക്രിസ്തുവിലുള്ള പ്രത്യാശ ഏതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ അവർ ഈ ലോകത്തിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥ വരുമ്പോൾ, മുൻപിൽ ഇനി വഴികളൊക്കെ അടഞ്ഞെന്ന് തോന്നുമ്പോൾ, ഏലിയാവിനെ പോലെ ചൂരച്ചെടിയിൽ വെച്ച് അവസാനിപ്പിക്കുവാൻ ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ മനസ്സിനകത്ത് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ബോധപൂർവം മറക്കുകയും ദൈവം മുൻപാകെ ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങി വന്നാൽ പണ്ടത്തെ പോലത്തെ ഒരു നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നൽകി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് നമ്മൾ മറന്നു പോകരുത്. ശ്രദ്ധിക്കാം. അപ്പോ എൻ്റെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഞാനും നിങ്ങളും
അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇതാണ് ഭയങ്കര ഒരു ക്രിസ്തീയ പ്രത്യാശയാണ്. ദൂരയാത്രയ്ക്ക് വേണ്ടി നമ്മൾ തേജസ്സിൽ വെളിപ്പെടേണ്ടവരാണെന്നുള്ള ബോധ്യം പലപ്പോഴും നമുക്ക് ഇല്ല. നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പറയാറുണ്ട്, നമ്മൾ പുനരുത്ഥാന അധ്യായം 1 Corinthians 15 പുനരുത്ഥാന അധ്യായമൊക്കെ വായിപ്പിച്ച് മൃതമായി കിടക്കുന്ന ശരീരത്തിന്റെ മുൻപിൽ വെച്ച് നമ്മൾ പറയുന്നു, ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോടൊക്കെ ചേർത്തൊക്കെ അനുരൂപപ്പെടുത്തുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ എത്ര കണ്ട് വരുമെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നില്ല. അതിനാൽ ഇത് സമയം നമ്മുടെ മുൻപിൽ വളരെ ചുരുങ്ങിയത് കൊണ്ട് എൻ്റെ സന്ദേശം വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുൻപിൽ ഒരു ദൂരയാത്രയുണ്ട്. അതുകൊണ്ട് ഏലിയാവ്, നിനക്കൊരു ദൂരയാത്രയുണ്ട്. അഗ്നിമയ രഥങ്ങളും അഗ്നിയശ്വങ്ങളും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹജമായ ഒരു പ്രകൃതിയാണെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിതരെ, നമുക്കൊരുമിച്ച് നമ്മെ വിളിച്ചത് എന്തിനാണ്? നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കിയ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ അവൻ ഏത് സമയത്തും വരും. ലോകത്തിലെ സംഭവങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെ തന്നെ നമ്മൾ കാണാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അതൊന്നും കണ്ടിട്ട് നമുക്ക് ഒരുങ്ങുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒരിക്കൽ കൂടെ ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. നമുക്കൊരു ദൂരയാത്രയുണ്ട്, അത് നമ്മുടെ കർത്താവിനോട് കൂടെയുള്ള വാസം. അത് കണ്ട ഭക്തന്മാരാണ് ഈ ലോകത്തിൽ ഒന്നും വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, പോകണം യേശുവിൻ്റെ പാതയെന്ന് പാട്ടും പാടിക്കൊണ്ട് അവർ യാത്രയായത്. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. എൻ്റെ ഭവനവും എൻ്റെ വീടും വായ്പ വാങ്ങാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ പാട്ടുകളെ കൊണ്ട് നമ്മളിങ്ങനെ പാടി നമ്മുടെ ആത്മീയ ഗോളത്തെ മുഖരിതമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു ദൂരയാത്ര ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. എൻ്റെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടേണ്ടവനാണെന്നുള്ള ചിന്ത പലപ്പോഴും നമ്മൾ ഭരിക്കപ്പെടേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് 1 Corinthians 15 58 വാക്യത്തിൽ പറയുന്നു, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്നറിഞ്ഞ് അരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും നിങ്ങൾ വർദ്ധിച്ചു വരുന്നവരായി തീരുവീൻ. ദൂരയാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നവർ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. അതിൻ്റെ അർത്ഥം നിങ്ങൾ കടക്കാരനായിരിക്കുന്നു. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. പലപ്പോഴും നമുക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുവാനോ സുവിശേഷം പറയുവാനോ കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയതരും വാഞ്ചിതരുമായുള്ളവരെ, നിങ്ങൾ എപ്പോഴും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകുവീൻ. കാരണം ഒരു ദൂരയാത്ര നമ്മുടെ മുൻപിലുണ്ട്. ഏലിയാവിന് ആ ദൂരയാത്രയ്ക്ക് വേണ്ടി എടുക്കപ്പെട്ടു എങ്കിൽ അതുപോലെ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കാഹളം മുഴങ്ങുവാൻ സമയമായി. അതുകൊണ്ട് ഏലിയാവേ, നിനക്കിവിടെ ഒരു കാര്യവുമില്ല, നീ എഴുന്നേറ്റ് തിന്നുക, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ, ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശബ്ദം കേട്ട എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.